അനീഷിനെ അനുകരിച്ചുകൊണ്ട് പുത്തൻ പ്രൊമോ ലാലേട്ടന്റെ പ്രൊമോ വന്നിരിക്കുകയാണ് ഗായ്. സത്യം പറഞ്ഞാൽ അനീഷ് ചില്ലറക്കാരനല്ല എന്ന് ഇതോടുകൂടി പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഈ ഒരാഴ്ച ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിച്ചു. പക്ഷേ ലാലേട്ടൻ അനീഷ് ബിഗ് ബോസിന് കൊടുത്ത ആ ഒരു 8ന്റെ പണിയിൽ പിടിച്ചു നിൽക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ബിഗ് ബോസ് ലാലേട്ടനോട് പറയുന്നുണ്ട്. അതായത് ചെരുപ്പെടുത്ത് എറിഞ്ഞത്, ആ ഒരു ഫിസിക്കൽ ടാസ്കിന്റെ ഇടയിൽ നടന്ന പ്രശ്നങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്ന വലിയ വലിയ ചീത്ത വിളികള്, പിന്നെ കാപ്പിക്കള്ളി ആ ഒരു കാര്യം, അങ്ങനെ കുറേ കാര്യങ്ങൾ സംഭവിച്ചതെല്ലാം ബിഗ് ബോസ് ചോദിക്കുമ്പോൾ മോഹൻലാല് ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കണമെങ്കിൽ അതിന് അനീഷ് തന്നെ വേണം. ഈ ഒരാഴ്ച ഒരുപാട് സംഭവം സംഭവിച്ചിട്ടും അനീഷിന്റെ കാര്യത്തിൽ മാത്രമാണ് ബിഗ് ബോസും ലാലേട്ടനും ഒരു പ്രൊമോ ഇറക്കിയത് എങ്കിൽ അനീഷാണ് സത്യം പറഞ്ഞ ഈ സീസണിൽ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ആകേണ്ടിയിരുന്നത്. പക്ഷെ ഒരാഴ്ചയായിട്ട് അനീഷിന് ഒരു മിണ്ടാട്ടവും ഇല്ല. അനീഷ് ഈ ഒരു ടാസ്കിൽ മിണ്ടാതിരുന്നത് പോലെ തന്നെ ഈ ഒരു പല പ്രശ്നങ്ങളിലും അനീഷിന്റെ ഒരു ഇൻവോൾവ്മെന്റ് വളരെ കുറവായിരുന്നു. ഇനി നമുക്ക് ആ ഒരു പ്രൊമോ എന്താണെന്ന് നോക്കാം. അതായത് ബിഗ് ബോസ് ലാലേട്ടനെ ഇങ്ങനെ പിടിച്ചു നിർത്തിയിട്ട് ശ്രീ മോഹൻലാൽ എന്തെങ്കിലും ഒന്ന് സംസാരിക്കൂ, ഷോ തുടങ്ങി കഴിഞ്ഞു എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ലാലേട്ടന്റെ എക്സ്പ്രഷൻ നമ്മുടെ അനീഷിന്റെ എക്സ്പ്രഷൻ, അനീഷ് ഒന്നും മിണ്ടിയില്ലല്ലോ, ആ അതേ എക്സ്പ്രഷൻ ഇട്ട് ലാലേട്ടൻ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ്. എടുത്തു പറഞ്ഞ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ശൈത്യ ആ ഒരു ലൈഫ് സ്റ്റോറി പറയുമ്പോൾ വളരെയധികം സങ്കടകരമായിരുന്ന സമയത്ത് എല്ലാവരും നടത്തിയ ആ ഒരു പ്രകടനം, ആര്യൻ കിടന്ന് പൊട്ടിച്ചിരിച്ചത്, പിന്നെ അത് കണ്ടിട്ട് അയ്യോ ആര്യൻ കരഞ്ഞതാണേ എന്ന് പറഞ്ഞ് ജിസേൽ വന്ന് കള്ളത്തരം കാണിച്ചത്, റെനയുടെ നേരെ അഭിയും ഒനീലും കൂടെ മെക്കിട്ട് കയറിയത്, ഒനീലിന്റെ വായിന്ന് വന്ന അങ്ങേയറ്റം മോശമായ വാക്കുകൾ, അങ്ങനെ ഉണ്ടായ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തൊക്കെ മുന്നറിയിപ്പ് കൊടുക്കണം? ഇതിന്റെ ഇടയിൽ നമ്മുടെ ആര്യൻ ചെരുപ്പൂരി എറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഇടയിൽ എന്ത് മുന്നറിയിപ്പ് കൊടുക്കണം എന്ന് ലാലേട്ടനോട് ചോദിക്കുകയാണ്. ലാലേട്ടൻ ഒന്നും മിണ്ടുന്നില്ല. മിക്കവാറും ലാലേട്ടൻ ഒന്നും നിൽക്കുന്ന അത് തന്നെ നിപ്പായിരിക്കും ഈ 2 ദിവസം നമ്മൾ കാണാൻ പോകുന്നത്. അത് കഴിഞ്ഞു പൊക്കുന്നത് നമ്മുടെ കാപ്പിക്കള്ളീനെ തന്നെയാണ്. അതായത് ജിസേല് കള്ളി. ജിസേല് ശരിക്കും കാപ്പി ഒളിപ്പിച്ച് വെച്ച ആ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് കുറേ പ്രശ്നങ്ങൾ അവിടെ നടക്കുമ്പോഴും ജിസേൽ അതിനെ വളരെയധികം ലൈറ്റായിട്ട് ചിരിച്ച് സ്റ്റൈലായിട്ടാണ് കളഞ്ഞത്. അതൊന്നും വലിയ കുഴപ്പമില്ല, അതൊക്കെ ജിസേലിന്റെ ഒരു സ്റ്റൈൽ ആറ്റിറ്റ്യൂഡൊക്കെ തന്നെയാണ്. പക്ഷേ ഇതേക്കുറിച്ച് ചോദിക്കണ്ടേ എന്ന് ചോദിക്കുമ്പോഴും ലാലേട്ടന് മിണ്ടാട്ടമില്ല. അതുപോലെ വൃത്തിയുടെ കാര്യത്തിൽ വന്നപ്പോഴത്തേക്കും രേണുസുതിയെ കുറിച്ച് പറഞ്ഞ ഭയങ്കര വലിയൊരു ആരോപണമുണ്ട്. അത് അനുമോൾ അവിടെ പറഞ്ഞത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് ഇനി ലാലേട്ടൻ നിർണ്ണയിക്കട്ടെ, അല്ലെങ്കിൽ ബിഗ് ബോസ് നിർണ്ണയിക്കട്ടെ എന്നുള്ളൊരു കാര്യമുണ്ട്. അഡീഷണലി അനുമോളെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ ഒരു സ്ലാബിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് ആ ഒരു ഫുഡ് പാകം ചെയ്തത് തെറ്റായി പോയായിരുന്നു. അപ്പൊ ആ തെറ്റ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുമോ? കാരണം അതും ഒരു ഹൈജീന്റെ പ്രശ്നമാണ്. ഹൈജീന്റെ മാത്രമല്ല, അത്രയും പേർക്ക് കൊടുക്കേണ്ട ഫുഡ് അത്രയും പേർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിലോ? അപ്പോൾ അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ചോദിക്കുമ്പോഴും ലാലേട്ടൻ മിണ്ടുന്നില്ല. എന്നിട്ട് അവസാനമാണെങ്കിലോ ലാലേട്ടൻ മിണ്ടാത്തത് കണ്ടിട്ട് ബിഗ് ബോസ് ചോദിക്കുന്നു, ഇതെന്താ ഒന്നും മിണ്ടാത്തേ? ഇതിപ്പോൾ ആ പണിപ്പുര ടാസ്കിൽ അനീഷ് ചെയ്ത അതേ കണക്കായി പോയല്ലോ എന്നിങ്ങനെ വിഷമത്തോടെ നമ്മുടെ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു 2 എപ്പിസോഡ്, ലാലേട്ടന്റെ 2 എപ്പിസോഡ് ഒരു ഫണ്ണായി മാറുമോ എന്നുള്ളൊരു പേടിയുണ്ട്. ശരിക്കും അങ്ങനെ ഫണ്ണാക്കരുത്. എന്നാൽ ബിഗ് ബോസ് ഈ സീസണിൽ തുടക്കം കണ്ട 2 ആഴ്ചത്തെ ആവേശം അനീഷിന് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അനീഷ് ആ ഒരു പണിപ്പുര ടാസ്കിൽ ചെയ്തതിൽ ഒരു തെറ്റും എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അവിടെ ബിഗ് ബോസിനെ തെറ്റായിട്ടൊന്നും ചെയ്തിട്ടില്ല. കാരണം ആ ഒരു ലെറ്ററിനകത്ത് ഈ നിമിഷം മുതൽ ഈ സീസൺ അവസാനിക്കുന്നതും വരെ ഒന്നും മിണ്ടരുത്, ശബ്ദിക്കരുത് എന്നായിരുന്നു അനീഷിനോട് പറഞ്ഞിരുന്നത്. അത് തന്നെയാണ് അനീഷ് പാലിച്ചത്. അനീഷിന്റെ ഭാഗത്ത് തെറ്റു പറ്റിയിട്ടില്ല. അപ്പോൾ ഒരു പക്ഷേ അതൊരു കുറ്റമായിട്ട് ലാലേട്ടൻ അനീഷിനെ എന്തെങ്കിലും പറഞ്ഞ് ട്രിഗർ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ അനീഷ് ഒന്നും കൂടെ സൈലന്റ് ആകുമോ എന്നൊരു സംശയമുണ്ട്. പക്ഷെ പുറത്ത് നല്ലൊരു സപ്പോർട്ട് അനീഷിന് കിട്ടും. കാരണം എല്ലാവർക്കും അറിയാം അനീഷിന്റെ ഭാഗത്ത് അവിടെ തെറ്റില്ല എന്നുള്ളതും അനീഷാണ് നന്നായിട്ട് ആ ഗെയിം കളിച്ചത് എന്നും. എന്നാൽ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ ആഴ്ച മുഴുവൻ അനീഷ് ആ പണിപ്പുര ടാസ്കിൽ കാണിച്ചതുപോലുള്ള ഒരു സൈലൻസ് കാണിച്ചിട്ടുണ്ട്. ഒരുപാട് സംസാരിക്കാതെ റിപ്പീറ്റ് ചെയ്ത ഒരു കാര്യം പറയാതെ ഒക്കെ ഇരുന്നത് ഈ ആഴ്ചയായിരുന്നു. അപ്പൊ അത് ലാലേട്ടൻ ഒന്ന് പോസിറ്റീവായിട്ട് എന്തെങ്കിലും പറഞ്ഞാലേ അനീഷ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അല്ലെങ്കിൽ അനീഷ് ഇപ്പോൾ ഈ കടന്നു പോകുന്ന രീതിയിലാണ് മുന്നോട്ട് പോകാനുള്ളത് സാധ്യത. ലാലേട്ടൻ വരുന്ന എപ്പിസോഡിനെ അനുസരിച്ചാണ് അത് കഴിഞ്ഞുള്ള ഓരോ എപ്പിസോഡ്സിലും ഇവരൊക്കെ പെരുമാറുന്നത്. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ജിസേല്. ഇപ്പൊ ജിസേലിന്റെ ഒക്കെ ഒരു കേസ്, അല്ലെങ്കിൽ ജിസേല് അനുമോള് പ്രശ്നങ്ങള്, പിന്നെ ഒനീല്, അബി, റെന ഫാത്തിമ, ആര്യൻ, ഇവരൊക്കെ ഈ ഒരു സീസണിൽ ഒരുപാട് എക്സ്പോസ്ഡ് ആയിട്ടുണ്ട്. പിന്നെ ഒരു സെന്റിമെന്റൽ സൈഡ് നോക്കുവാണെങ്കിൽ നമ്മുടെ രേണുസുതിക്ക് ഉൾപ്പെടെ ഈ സീസണിൽ കുറെ കോണ്ടന്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ശൈത്യ വളരെയധികം പോസിറ്റീവായിട്ട് എല്ലാ ആൾക്കാരുടെ ഇടയിൽ വന്നത് എങ്ങനെ
ഇത്തരത്തിൽ കുറെ കാര്യങ്ങൾ ഇത്തവണ ചോദിക്കാനുണ്ട്. പക്ഷേ അനീഷിനെ വെച്ചിട്ടാണ് ഇത്തവണത്തെ ഈ ഒരു പ്രൊമോ ചെയ്തിട്ടുള്ളത്. സോ അനീഷ് ബിഗ് ബോസ് സീസൺ 7 ഒരു ഇമ്പോർട്ടന്റ് പേഴ്സൺ ആണ് എന്ന് നമുക്ക് ഉദ്ദേശിക്കാൻ സാധിക്കും. എന്നാൽ എന്തൊക്കെയായിരിക്കും ലാലേട്ടൻ പറയുക എന്നുള്ളത് ജസ്റ്റ് ഒരു ഗസ് മാത്രമാണ്. ഇനിയിപ്പോ ഒന്നും പറയാതെ ഇതൊക്കെ ഇങ്ങനെ തന്നെ പോകട്ടെ, നല്ലപോലെ കോണ്ടന്റ് തരുന്നുണ്ട് എന്നാണോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ വരാനുള്ള ഒരു വഴിയില്ല. ഈ ഒരു സീസണിൽ കുറച്ചധികം ഓവറായിട്ട് കുറച്ച് വഴക്കും ചീത്തവിളിയും ഉണ്ടായി എന്ന് കരുതിയിട്ട് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയ്ക്ക് പറ്റിയൊരു നല്ല കോണ്ടന്റ് നമുക്ക് കിട്ടിയിട്ടില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. വളരെയധികം ചുരുക്കം ചില ആൾക്കാരിൽ മാത്രം ഒതുങ്ങുന്ന കുറച്ച് വിഷയങ്ങൾ മാത്രം. അനീഷിൽ നിന്ന് കുറച്ച് കോണ്ടന്റ് കിട്ടാത്തത് കൊണ്ട് തന്നെ ഞാൻ ആ ഒരു സൈഡിൽ നിന്നുള്ള ഒരു കോണ്ടന്റ് മിസ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് അനീഷ് ഒരു നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരാളാണ്. അതെന്തുകൊണ്ട് അനീഷ് ഒന്നും മിണ്ടാതെ ഇരുന്നു എന്നുള്ളത് ഈ ഒരു സീസണിൽ ലാലേട്ടൻ വരുമ്പോൾ ചോദിക്കണം. അപ്പോൾ ഏതായാലും ശരി, 7ന്റെ പണി, ജയിൽ ടാസ്കിന്റെ പണിഷ്മെന്റ്, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും ലാലേട്ടൻ ചോദിക്കണം. അല്ലാതെ അനീഷ് ചെയ്തതിനെ മോക്ക് ചെയ്ത് അനുകരിച്ച് മിണ്ടാതിരിക്കുകയാണെങ്കിൽ ഈ സീസൺ എല്ലാ സീസണും പോലെ തന്നെ ആവും. അപ്പോൾ ഏതായാലും ശരി, നമുക്ക് കാത്തിരുന്ന് കാണാം. നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു പ്രൊമോയാണ്. അതിൽ അനീഷിനെ വെച്ച് തന്നെ വന്നതുകൊണ്ട് തന്നെ കുറച്ചും കൂടി അനീഷിന് ആ ഒരു ഇമ്പോർട്ടന്റ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറയുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.